കറുകുറ്റി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബാബു സാനി എന്ന ഞാൻ നിയമനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യാഥാർത്ഥ്യമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുകയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എൻ്റെ പാർട്ടി നേതാക്കളായ ശ്രീ ആൻഡുമാവേലി, ശ്രീ കെ പി പോളി, ഏരിപ്പോളി, ഷാജു വി തെക്കേക്കര മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീ അരുൺകുമാർ, ജിജോ പോൾ പഞ്ചായത്ത് മെമ്പർ, ശ്രീ ജോസേട്ടൻ മുൻ പഞ്ചായത്ത് മെമ്പർ, ബഹുമാനപ്പെട്ട ആർഒ, സെക്രട്ടറി, ഉദ്യോഗസ്ഥരെ, സഹപ്രവർത്തകരെ, ഈ ധന്യ നിമിഷത്തിൽ കറുകുറ്റി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി ഇന്ന് തെരഞ്ഞെടുപ്പിലൂടെ പ്രസിഡന്റായ വ്യക്തിയെന്ന നിലയിൽ ഒരുപക്ഷെ നമുക്ക് എതിർ കക്ഷിക്ക് പോലും അറിയാമായിരിക്കാം ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഞാനാ ജയിക്കുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരിക്കാം. പക്ഷേ അതിലൊരു ചൂണ്ട് പറയുന്നുണ്ട്. കൃത്യമായ കാര്യങ്ങൾ ചെയ്യാനും കൃത്യമായ സഹകരണം ഞങ്ങളിൽ നിന്നുണ്ടാകും എന്നുള്ള ആ ചൂടുപലയാണ് ഞാൻ അവിടെ ഇരുന്നപ്പോൾ ആലോചിച്ച് കിട്ടിയ ഒരു വാക്ക്. തീർച്ചയായിട്ടും നമ്മളൊക്കെ തിരഞ്ഞെടുപ്പുകളിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും ഒരേ കാര്യമാണ്. കറുകുറ്റി പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ കയറിക്കഴിഞ്ഞാൽ അതിനുള്ള നടപടികൾ ഉണ്ടാക്കും എന്നാണ് ഈ ഇരിക്കുന്ന 19 പേരും പറഞ്ഞത്. അപ്പോൾ എല്ലാവരുടെയും ഉദ്ദേശ ലക്ഷ്യം ഒന്നാണ്. ആ ഉദ്ദേശ ലക്ഷ്യത്തിൽ കറുകുറ്റി പഞ്ചായത്തിൽ തെക്കേക്കര പറയുന്നത് പോലെ ഇവിടെ പ്രതിപക്ഷമില്ല, ഭരണപക്ഷമാണ്. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ നല്ല കാര്യങ്ങൾക്കും എല്ലാവരുടെയും പിന്തുണ വാങ്ങിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. ഇത്രയും മനോഹരമായി തെരഞ്ഞെടുപ്പ് തുടങ്ങി ഇന്ന് അവരുടെ ദൗത്യം പൂർത്തീകരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ആർഒൻ്റെയും അസിസ്റ്റന്റ് ആർഒ, നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിയുമായ അതിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ അവർ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഒരു നല്ല പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പല മനസ്സുകൾ ഒരു മനസ്സാക്കിക്കൊണ്ട് ഇവിടെ പ്രവർത്തിച്ചത്. അവരോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഒപ്പം ഇന്ന് എന്നെ ഈ സ്ഥാനത്ത് നമ്മളൊരു പാർട്ടിയുടെ സ്വീകരണ പരിപാടി കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം ഞാൻ സംസാരിക്കുന്നില്ല. നിങ്ങളുടെ സഹകരണം
എക്കാലവും എപ്പോഴും ഈ 5 വർഷം നമ്മൾ ഉദ്ദേശിച്ചത് എന്താണോ അത് നടപ്പിലാക്കാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ട ഇന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഈ കറുകുറ്റി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്തും കൂടിയായിട്ടുള്ള ശ്രീ ബാബു സാനിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആറോ പഞ്ചായത്ത് സെക്രട്ടറി മറ്റ് സ്റ്റാഫ് അംഗങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ, സ്നേഹം നിറഞ്ഞ നേതാക്കളെ, കറുകുറ്റി പഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു വലിയ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഫലപ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുകയാണ്. നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഇപ്പോൾ LDF, UDF, മറ്റു മുന്നണികൾ എല്ലാവരും പരസ്പരം മത്സരിച്ചിട്ടുണ്ട്. ആ മത്സരിച്ചപ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട വിഷയം കറുകുറ്റി പഞ്ചായത്തിന്റെ വികസനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ പോരാട്ടം നടത്തി എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ ലക്ഷ്യവും കറുകുറ്റി പഞ്ചായത്തിന്റെ വികസനമാണ്. ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന്റെ രാഷ്ട്രീയവും ഈ കറുകുറ്റി പഞ്ചായത്തിന്റെ വികസനമാണ്. അതുകൊണ്ട് വ്യത്യസ്ത ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടം നടന്നു. പക്ഷെ അതിന്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ പഞ്ചായത്തിന്റെ വികസനം തന്നെയാണ്. അതുകൊണ്ട് ആ വികസന പ്രവർത്തനങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പഞ്ചായത്തിലെ കർഷകരുടെ പ്രശ്നങ്ങൾ, മറ്റ് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ, അത് പരിഹരിക്കേണ്ടതുണ്ട്. അതുപോലെ ഒട്ടനവധി വികസന പ്രശ്നങ്ങൾ നമുക്ക് പൊതുശ്മശാനം ഉൾപ്പെടെ എല്ലാം യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട്. അത്തരം വികസന കാര്യങ്ങളിൽ ഈ ഭരണസമിതി എടുക്കുന്ന ഏത് തീരുമാനത്തോടൊപ്പം ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ആ തീരുമാനങ്ങൾക്കൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. ഒപ്പം ചെറിയൊരു തിരുത്തും, ആവശ്യമായ തിരുത്തലുകൾ വരേണ്ടി വരുന്ന ഘട്ടത്തിൽ അതേ ആത്മാർത്ഥതയോടുകൂടി തന്നെ ആ തിരുത്തലിന് വേണ്ടി പ്രവർത്തിക്കും. ഒരിക്കൽ കൂടി ഈ കറുകുറ്റി പഞ്ചായത്തിന്റെ വികസനത്തിനായി ഇപ്പോൾ ഇവിടെ ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഈ കറുകുറ്റി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ബാബു സാനിക്ക് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേരുന്നു. എല്ലാവിധ പിന്തുണയും. പ്രിയമുള്ള പ്രസിഡന്റ്, അദ്ദേഹം ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ തെരഞ്ഞെടുപ്പിലൂടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇതുവരെ നമ്മള് രാഷ്ട്രീയ രംഗത്ത്, തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ നമ്മള് കൊത്തുകോഴികളെ പോലെ പരസ്പരം പൊരുതി ആണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ഈ 19 പേരും വിജയിച്ചു വന്നിട്ടുള്ളത്. ഇനി നമുക്ക് കറുകുറ്റിയുടെ സമഗ്രമായ വികസനമാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സ്പന്ദനങ്ങൾ അറിഞ്ഞ്, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ നാടികുടിപ്പ് അറിഞ്ഞ് അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ കറുകുറ്റി ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ വികസനം, നമ്മുടെ നാടൻ അഭിമുഖീകരിക്കുന്ന ജനകീയ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ അനീഷ് സൂചിപ്പിച്ചതുപോലെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പരിഹരിക്കാനും കഴിഞ്ഞ ഭരണസമിതി തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും നിങ്ങൾ ഒരു ടീമായി നിന്ന് പ്രവർത്തിക്കണം. അത് നേതൃത്വം കൊടുക്കാൻ ശ്രീ ബാബു സാനിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അദ്ദേഹം ദീർഘനാൾ പഞ്ചായത്ത് മെമ്പറായി, ജനപ്രതിനിധിയായി, പൊതുപ്രവർത്തന രംഗത്ത് ഒരു നിറസാന്നിധ്യമായി, അനുഭവത്തിന്റെ കരുത്തുമായിട്ടാണ് ഇപ്പോൾ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തോടൊപ്പം നമുക്ക് ഒരുമിച്ച് ടീമായി പ്രവർത്തിക്കാം. അദ്ദേഹം ഏതെങ്കിലും ഘട്ടത്തിൽ എന്തെങ്കിലും ഇത്തരത്തിൽ വഴിതെറ്റി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇവിടെ അനീഷ് സൂചിപ്പിച്ചതുപോലെ തിരുത്താനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഈ പാർട്ടി ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പാർട്ടിയുടെ എല്ലാവിധ പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റ ശ്രീ ബാബു സാനി, മറ്റു ഭരണസമിതി അംഗങ്ങളെ, ആറോ, അതോടൊപ്പം തന്നെ പഞ്ചായത്ത് സെക്രട്ടറി, മറ്റു ഉദ്യോഗസ്ഥരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ശ്രീ ബാബു സാനി ഞാനുള്ളപ്പോൾ 2 ടൈമിൽ പഞ്ചായത്ത് മെമ്പറായിരുന്നു. 3-ാം പ്രാവശ്യം തെരഞ്ഞെടുക്കപ്പെട്ട് അദ്ദേഹം ഇന്ന് കറുകുറ്റി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ശ്രീ PC സാനിച്ചേട്ടനെ ഞാൻ സ്മരിക്കുകയാണ്. 17 വർഷക്കാലം ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു ശ്രീ സാനിച്ചേട്ടൻ. അദ്ദേഹം തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ഐക്യരത്ത് മാർഷും
നമുക്ക് കറുകുറ്റിയിൽ പഞ്ചായത്തിന് ഒരുപാട് ആസ്തികൾ ഉള്ളത് ഈ എറണാകുളം ജില്ലയിലെ പഞ്ചായത്തുകളിൽ തന്നെ കറുകുറ്റിക്കായിരിക്കും. കാരണം ഒരുപാട് സ്ഥലം നമ്മുടെ പഞ്ചായത്തിന്റെ പേരിലുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്ക് അതീതമായി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് കറുകുറ്റിയുടെ വികസനം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങളെല്ലാവരും ബാബുസാനിക്ക് പിന്തുണ നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് വലിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിച്ച് അതിന്റെ മികവ് തെളിയിച്ച് തൊഴിലാളികളോട് പക്ഷം ചേർന്നുകൊണ്ട് നിന്ന ഒരു നേതാവാണ് ശ്രീ ബാബുസാനി. അതോടൊപ്പം അദ്ദേഹം പാർട്ടിക്ക് ചെയ്തിട്ടുള്ള സേവനങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത മുഴുവൻ മെമ്പർമാരെ അഭിനന്ദിക്കുന്നു. ഈ ഭരണത്തിൽ തീർച്ചയായും തൊഴിലാളി വിഭാഗവും അതോടൊപ്പം കർഷകരും തൊഴിലാളികളും അടക്കമുള്ള എല്ലാ മേഖലയിലുള്ള ജനങ്ങളും ഈ ഭരണസമിതിക്ക് നിർബാധം എല്ലാ പിന്തുണയും ഉണ്ടാകും എന്ന് ഉറപ്പു നൽകുകയാണ് അദ്ദേഹത്തിന്. അതോടൊപ്പം ഇവിടെ നമ്മൾ പൂർത്തീകരിക്കപ്പെട്ട നിരവധി വികസന പ്രവർത്തനങ്ങളുണ്ട്. ആദ്യമായി ശ്മശാനം അടക്കമുള്ള നമ്മുടെ കൃഷിഭവൻ അടക്കമുള്ള നിരവധി വികസന പദ്ധതികൾ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ എത്രയും പെട്ടെന്ന് ശ്രീ ബാബുസാനി അടക്കമുള്ള ഈ ഭരണസമിതിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മുഴുവൻ നന്മകൾ നേരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ബാബുസാനി, ആറോ പഞ്ചായത്ത് സെക്രട്ടറി ഉദ്യോഗസ്ഥരെ, ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ, സുഹൃത്തുക്കളെ. ബാബുസാനിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 പതിറ്റാണ്ടോളം കറുകുറ്റിയുടെ നിറസാന്നിധ്യമുള്ള രാഷ്ട്രീയ രംഗത്തായാലും അപ്പൊ അദ്ദേഹത്തിന് വൈകി വന്ന ഒരു അംഗീകാരമാണ് ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. കഴിഞ്ഞ 2015 ഞാനൊക്കെ ഇരിക്കുന്ന ഭരണസമിതിയിൽ വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ ശ്രീ ബാബുസാനി സാധിച്ചു. അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാട് കറുകുറ്റിയിലെ മുഴുവൻ ജനങ്ങൾക്കും സാധാരണക്കാർക്കും പ്രത്യേകിച്ച് സാധാരണക്കാർക്കും മികവുറ്റുള്ള പ്രൊജക്ടുകൾ നടപ്പാക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കും. തീർച്ചയായിട്ടും അങ്ങനെ സാധിക്കുന്ന 19 മെമ്പർമാരെയാണ് കറുകുറ്റി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ കറുകുറ്റിയിൽ അധികം രാഷ്ട്രീയമൊന്നും ഉണ്ടാവാറില്ല. ഇത് ചെല്ലുകൂടി ഇരുന്നവർ തന്നെയാണ് ഒട്ടുമിക്കവരും തിരിച്ചു വന്നിട്ടുണ്ട്. LDF-ലായാലും അനീഷണ്ണൊക്കെ ആയാലും വളരെ സഹകരണത്തോടെ മുന്നോട്ട് പോകുന്ന വികസന കാഴ്ചപ്പാടുള്ള വലിയൊരു പ്രതിനിധികളാണ് കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് കൊണ്ടുപോയി. നിങ്ങൾക്ക് കറുകുറ്റിയുടെ വികസന സ്വപ്നങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ആദ്യത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ 2:30-ക്കാണ് നമ്മൾ കൂടുക വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ എല്ലാവരും 2:30-ക്ക് ഇവിടെ എത്തുക. ഇവിടെ ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാവരും സ്നേഹപൂർവ്വം ഭക്ഷണം കഴിച്ച് 2:30-ക്കുള്ള യോഗത്തിൽ പങ്കെടുക്കാൻ തയ്യാറാക്കുക. ഇന്നത്തെ ഈ യോഗം അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു.
പേരെഴുതി ഒപ്പിടണം. വോട്ട് ചെയ്യുന്ന ആളുകൾ ഒപ്പ് മാത്രം പോരാ, പേരും മാത്രം പോരാ. പേരും ഒപ്പും പുറകുവശത്ത് രേഖപ്പെടുത്തിയതിന് ശേഷം വേണം വോട്ട് രേഖപ്പെടുത്തേണ്ടത്. ഏത് സ്ഥാനാർത്ഥിക്കാണോ വോട്ട് രേഖപ്പെടുത്തുന്നത് വെച്ചാൽ ആ സ്ഥാനാർത്ഥിക്ക് നേരെ ഇൻറ്റു മാർക്കാണ് ഇടേണ്ടത്. നമ്മൾ പോസ്റ്റൽ ബാലറ്റിൽ ഏതെങ്കിലും ആളെ തിരിച്ചറിയുന്ന ഒരു മാർക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇൻറ്റു മാർക്ക് എക്സ് അതന്നെ രേഖപ്പെടുത്തണം. പുറകുവശത്ത് പേരും ഒപ്പും രേഖപ്പെടുത്തണം. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ബോക്സിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ വോട്ട് എണ്ണി ഫലം പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോമിനേഷൻ ആരാണോ സ്ഥാനാർത്ഥി അവരെ ഒരാൾ നിർദ്ദേശിക്കുകയും അടുത്തൊരാൾ പിന്തുണയും ചെയ്യുന്നതാണ്. മരീചിനുണ്ട് ഫോട്ടോ എടുക്കട്ടോ? 1 സെക്കൻഡ്. ഓക്കെ വീഡിയോ സ്ക്രോൾ ചെയ്യണ്ടോ? വീഡിയോ ഞാൻ ഡിസൈൻ ചെയ്ത